വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വഖഫ് ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ വലിയൊരു സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ എമ്പുരാന്റെ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഈ സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്ത കേരളം ചർച്ച ചെയ്യാതെ പോയത്. കേരളത്തിൽ നമ്മുടെ KCBC അവര് കോൺഗ്രസിനോട് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, നിങ്ങൾ ഈ വഖഫ് ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് KCBC ആണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ നിന്നുള്ള സകല MP മാർ, അതായത് കോൺഗ്രസ് MP മാര് സകല ആൾക്കാരും വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യവുമായിട്ട് KCBC എത്തിയിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കണമെന്നും ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്നും KCBC ആവശ്യപ്പെട്ടു. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സാവണമെന്നാണ് KCBC അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായിപ്പോയി. പക്ഷെ കോൺഗ്രസ് വെട്ടിലായെങ്കിലും അവർ സുഡാപ്പികളുടെ മുമ്പിൽ തങ്ങളുടെ നട്ടൽ ഇപ്പോഴും വളച്ചു വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. കോൺഗ്രസ് KCBC തള്ളിപ്പറഞ്ഞു. കോൺഗ്രസ് പറയുകയാണ്, KCBC പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, ഞങ്ങൾ ഇത് സഖ്യകക്ഷികളുമായി കൂടിയാലോചിച്ച് ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തോളാം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൽ കോൺഗ്രസിനും സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് വളരെ വലിയൊരു വിശകലനം നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം കോൺഗ്രസിന്റെ ബേസ് വോട്ടുകൾ എന്ന് പറയുന്നത് തന്നെ ഏറെക്കുറെ ക്രിസ്ത്യൻ വോട്ടുകളാണ്. കേരളത്തിൽ ഇവിടെ ക്രിസ്ത്യാനികൾ അനാഥരല്ല, ഞങ്ങൾ സനാഥരാണ് എന്ന് KCBC അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയെ കണ്ടിട്ടാണ് എന്ന് നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടി വരും. പോരാത്തതിന് ഈ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെയൊക്കെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇവരുടെയൊക്കെ ആയിരുന്നത് AK ആന്റണി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇരുന്ന് എല്ലാവരും ജനസമ്മതരുമായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇവരെല്ലാം ഇരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ സനാതനാണ് എന്ന് കോൺഗ്രസ് പാർട്ടിയെ നോക്കി പറഞ്ഞിരുന്ന KCBCയുടെ നിർദ്ദേശമാണ് ഇപ്പോ കോൺഗ്രസ് പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഇത് BJPക്ക് ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു ലൈനിലോട്ട് ചർച്ചകളൊക്കെ കൊണ്ടുപോകേണ്ട ഒരു സമയമായിരുന്നു ഇത്. പക്ഷെ അത് എന്തോ എമ്പുരാനിൽപ്പെട്ട് ഈ സംഭവം മുഴുവനായിട്ട് മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേരളം നമ്മളെ ഈബിൾ ജെറ്റിന്റെ കാര്യം പറയുന്നത് പോലെ കേരളം കത്തും ഗായ്സ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. മീഡിയ വണ്ണൊക്കെ ഔട്ട് ഓഫ് ഫോക്കസിലിട്ട് പൊരിക്കേണ്ട സംഭവമായിരുന്നു. അച്ഛന്റെ താടി വളരുന്നു, അച്ഛന്റെ ഇതായി പോയി, മറ്റേ പാലാ ബിഷപ്പിനെയൊക്കെ എന്തോന്നാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ KCBCയിൽ ഇത് പറഞ്ഞ ബിഷപ്പുമാരെയൊക്കെ എടുത്ത് മീഡിയ വണ്ണ് വലിയ രീതിയിൽ അധിക്ഷേപിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവര് എന്തോ കർത്താവിന്റെ കൃപ എമ്പുരാനിൽ കുടുങ്ങി കിടക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പൊ നരേന്ദ്രമോദി അമിത്ഷായുമാണ് അവരുടെ ടാർഗറ്റ്. ഇനി കുറച്ച് കഴിഞ്ഞ് ഇതിലോട്ട് വരുമായിരിക്കും. എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? അല്ല, ഞാനേ കഴിഞ്ഞ ഈ ഒരു 2014 മുതൽ ഞാൻ ഈ ഒരു കാര്യം നോക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ഈ എലിയും പൂച്ചയും കൂടെ ഉള്ള കളി എന്ന് തീരും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ എലിയും പൂച്ചയും കൂടെ കളി ഉണ്ടല്ലോ, കൊല്ലുന്നതിന് തൊട്ട് മുമ്പ് ഈ പൂച്ച ഒരിക്കലും എലിയെ പെട്ടെന്ന് പിടിച്ച് കൊല്ലില്ല, പിടിച്ചിട്ട് അതിനെ തട്ടിവിടും. ഇപ്പം എലി കുറച്ചേരം ഓടും, വീണ്ടും പിടിക്കും, വീണ്ടും തട്ടും. ഈ ഒരു കളിയാണ് കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല പല ബില്ലുകൾ, അതായത് ക്രിസ്ത്യാനികൾക്ക് ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന പല ബില്ലുകൾ ഇതിനെ സംയുക്തമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും എതിർക്കുന്നു. അപ്പോഴൊക്കെ ഇതെല്ലാം അറിയാം. കാരണം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ വിദ്യാസമ്പന്നരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. വിദ്യാസമ്പന്നർ തന്നെയാണ് അവർ, ബഹുഭൂരിപക്ഷം പേര് അത്യാവശ്യം അറിവുള്ളവരാണ് അവർ. അവരൊക്കെ ഇതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ടും ഇതിനെയൊക്കെ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോൾ ഇവരുടെ മുമ്പിലേക്ക് മണിപ്പൂർ എടുത്തിടും. മണിപ്പൂർ കണ്ടില്ലേ എന്ന് പറയും. മണിപ്പൂർ എന്താണെന്നുള്ളതും ഈ വിശ്വാസികൾക്ക് കൃത്യമായി തന്നെ അറിയാം. പക്ഷെ അവർക്ക് പ്രത്യക്ഷത്തിൽ പറയാൻ കഴിയുന്നില്ല. അയ്യോ അങ്ങനെ അല്ല എന്ന് ഇവർക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. അപ്പോ ഇത് എന്ന് അവസാനിക്കും എന്നുള്ളതായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു സാധനം. ഇപ്പോഴത് എന്തായാലും എന്തായിരിക്കും. ഏതായാലും വഖഫ് ബോർഡിന്റെ ഈ ബില്ല് ഞാൻ കരുതിയത് ഇത് എന്താകും ഇതിന്റെ അവസാനം. ക്ലൈമാക്സ് കാണാൻ ആഗ്രഹമുണ്ട്. എന്തായാലും ക്ലൈമാക്സ് എത്തിയിരിക്കുന്നു. വഖഫ് ബില്ല് ഉടനെ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. കേന്ദ്രം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു, അത് അവതരിപ്പിക്കാൻ പോവുക തന്നെയാണ്. അതിനകത്തൊരു സമവായം എന്തായാലും ആയിട്ടുണ്ട്. ഇപ്പൊ ആര് എതിർത്താലും വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോക്സഭയിൽ അവർക്ക് ഓൾറെഡി ഭൂരിപക്ഷമുണ്ട്, രാജ്യസഭയിൽ അവർ ആ ഭൂരിപക്ഷം ഇത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം അവർ റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, KCBC നാളെ ഇതുവരെ ഈ കോൺഗ്രസിന്റെ ഒരു UDF പാർട്ടിയുടെ ഒരു നട്ടല് എന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയായിരുന്നു. തർക്കമില്ലാത്ത കാര്യമാണ്. ഈ കേരള കോൺഗ്രസ് പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു പാർട്ടി എന്ന നിലയിൽ മാത്രമാണ് അത് നിൽക്കുന്നത്. ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്നുമായിട്ട് അത് മാറിയിട്ട് അതൊരു മതേതര പാർട്ടി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്ന് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള പാർട്ടികൾ എത്ര നമുക്ക് നിലനിന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. RSPയുടെ ഒക്കെ ഒരു അവസ്ഥ അറിയാലോ. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും മാത്രമായിട്ടൊരു പാർട്ടിയാണ്. അപ്പൊ ഏതായാലും ഈ KCBC ഇപ്പോൾ കർശനമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇതിനകത്തും
ചില അച്ഛന്മാർ ഇതിന് എതിർപ്പുമായി വരും. കാരണം കോൺഗ്രസിനെ പിന്താങ്ങുന്നതും CPM-നെ പിന്താങ്ങുന്നതൊക്കെ ചില പുരോഹിതന്മാർ ഇതിന് സഭയിലുണ്ട്. എങ്കിൽ പോലും KCBC ഔദ്യോഗികമായ നിലപാടെടുത്തിരിക്കുന്നു. അത് അവർ പറഞ്ഞത് കോൺഗ്രസ് മാത്രമല്ല, എല്ലാ എംപിമാരും, കേരളത്തിലെ എല്ലാ എംപിമാരും എന്ന് പറയുമ്പോൾ ദർശന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. നമ്മുടെ വയനാട്ടിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി പോയിരിക്കുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ട് വയനാട്ടിൽ നിന്ന്. നേരെ മറിച്ച് ബാക്കിയുള്ള ഹൈബി ഈഡനോ മറ്റേ രാജ്മോഹൻ ഉണ്ണിത്താനോ ഒന്നും അല്ല അവിടുത്തെ ഇമ്പോർട്ടന്റ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്താവനയാണ് KCBC നടത്തിയിരിക്കുന്നത്. KCBC പറഞ്ഞ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ എംപിമാരും ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ സഭയിൽ ഈ വഖഫിന് നഖശികാന്തം എതിർക്കുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അതിന് കഴിയുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ പറഞ്ഞത്, ഇല്ല ഞങ്ങൾ ഒരു സ്റ്റാൻഡ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, വഖഫ് ഇതിനെ ഞങ്ങൾ അതിനെ എതിർക്കും, വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ എതിർക്കും എന്നവര് പറയാൻ കാരണം ഈ ജയിച്ചു പോയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ഉള്ളവരാണ് ഈ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് നിൽക്കുന്നത്. ആ സ്റ്റാൻഡിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയില്ല. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവർക്ക് ഇനി നോക്കുന്നത് എന്ത് ഗിമ്മിക്ക് കൊണ്ടാണ് ഇവരതിനെ മറികടക്കുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇവിടെ ഇപ്പൊ കേരളത്തിലെ എംപിമാർക്ക് അടക്കം രക്ഷയ്ക്ക് വേണ്ടി, ഇപ്പൊ എനിക്ക് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ എംപിമാർ കേരളത്തിലാണെങ്കിലും അതിനകത്ത് അവർക്ക് ഊറ്റം കൊള്ളാൻ ഇപ്രാവശ്യം വകുപ്പൊന്നുമില്ല. കാരണം ഇതിനോട് അടുത്തൊക്കെ നിൽക്കുന്ന ഒരു സംഖ്യ UP നിന്നും മറ്റുമൊക്കെ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണത്തെ രണ്ടാം മോദി സർക്കാരിന്റെ പോലെ അത്ര ദുർബലമല്ല. കേരളത്തിലെ എംപിമാർ മാത്രമല്ല ഹീറോസ്. ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ എംപിമാർ അങ്ങനെ വലിയൊരു ഹീറോ പരിവേഷമൊന്നുമില്ല. അവരോടൊപ്പം നിൽക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ എംപിമാർ ഇപ്പോൾ ഉണ്ട്. കോൺഗ്രസ് എണ്ണം കൂടുതലുണ്ട് അവർക്ക്. അപ്പോ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന ഒരുപക്ഷെ ഒരു നാടകം എന്തായെന്ന് ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ബില്ലിനെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഇതിനകത്ത് ബില്ല് കീറി എറിഞ്ഞുകൊണ്ടൊരു ബഹളമൊക്കെ ഉണ്ടാക്കി ഇവര് പാർലമെന്റ് ബഹിഷ്കരിക്കും, ബോയ്ക്കോട്ട് ചെയ്യും. അതാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്നത്. ആ സമയത്ത് ഈ ബില്ല് പാസ്സാകും. അപ്പോൾ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ രഹസ്യമായിട്ട് ഈ സഭയിലുള്ള ആളുകളെ വിളിച്ച് പറയാം, ഞങ്ങൾ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നില്ല, ഞങ്ങള് ഇറങ്ങിപ്പോവുകയായിരുന്നു, നിങ്ങൾ കണ്ടോ എന്ന് ഇവർക്ക് രഹസ്യമായി പറയാം. പരസ്യമായി പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ ഒരു ബഹിഷ്കരിച്ച് ഇറങ്ങി വരുന്ന സമയത്ത് സ്വാഭാവികമായി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കണമല്ലോ. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയും ഞങ്ങൾ വോട്ടിൽ പങ്കെടുക്കുന്നില്ല, വോട്ട് വിട്ടു നിൽക്കുകയാണെന്നുള്ളത്. ഇത് പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ചില മാധ്യമങ്ങളും ഈ കോൺഗ്രസ് നേതാക്കളും പറയാൻ പോകുന്ന കഥ ഇതായിരിക്കും, കണ്ടില്ലേ ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങൾ മാറി നിന്നു, ഒന്നിലുമില്ല, അവിടെയുമില്ല ഇവിടെയുമില്ല, ഒന്നിലുമില്ല എന്ന രീതിയിലേക്ക് ഇവർ കഥ ഇറക്കാൻ തുടങ്ങി. ഇതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഏതായാലും അക്ഷരാർത്ഥത്തിൽ KCBC-യുടെ ഒരു നിലപാടിനെ നമ്മൾ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. പിടിച്ചു വെച്ച് ഒരു ഉത്തരം പറയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് KCBC. മതി നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ കൃത്യമായ ഒരു ക്ലാരിറ്റിയോട് ഉത്തരം പറയൂ, ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ, ഈ ബില്ലിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ, നിങ്ങൾ പിന്തുണയ്ക്കണമെന്നാണ് അവർ പറഞ്ഞത്. യെസ് ഓർ നോ എന്ന് മാത്രമേ ഇതിനൊരു ഉത്തരമുള്ളൂ. യെസ് നോ എന്ന് പറഞ്ഞൊരു ആൻസർ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് അവർ ഒട്ടും അമാന്തിക്കാതെ, ഒരു മിനിറ്റ് പോലും സംശയിക്കാതെ അവർ പറഞ്ഞു, ഞങ്ങൾ ഈ ബില്ലിനെ എതിർക്കുക തന്നെ ചെയ്യും, ഇത് ഞങ്ങളുടെ സ്റ്റാൻഡാണ്. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ അവരുടെ സ്റ്റാൻഡ് അതാണ്. ആ സ്റ്റാൻഡിനൊപ്പം നിൽക്കണം. വയനാട് നിന്ന് ജയിച്ചു പോയ MP-യാണ് പ്രിയങ്ക ഗാന്ധി എങ്കിലും ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ ഭാഗമാണ്, ഹൈക്കമാൻഡിന്റെ ഭാഗമാണ്, ഹൈക്കമാൻഡിന്റെ നട്ടലാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവരതിന് ഇത് ചെയ്യും, ഒപ്പോസ് ചെയ്യും, സ്വാഭാവികം. ഇവിടെ ഇത് നിർണായകമാകാൻ പോകുന്നത് ഒരു പോളറൈസേഷനിലേക്കും ഈ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഒരുപക്ഷെ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ഒരു മോൾത്തട്ടില് ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് വലിയ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ താഴെ തട്ടിലുള്ള ബഹുഭൂരിപക്ഷം വരുന്നവർക്കും ഇപ്പോഴും ഈ UDF-ഉം LDF-ഉം ഒക്കെയാണ് അവരുടെ ദൈവങ്ങളായിട്ട് അവർ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനെ ഒന്ന് തുറന്നു കാണിക്കുവാൻ അല്ലെങ്കിൽ പൊളിച്ചെടുക്കുവാൻ ഈ ബില്ല് അവതരണ ദിവസം നടക്കും. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇതൊരു ചർച്ചയായി മാറുമ്പോൾ സംഭവിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ എന്നറിയില്ല. ഏതായാലും ഇതുവരെ മാധ്യമങ്ങളിലൊന്നും ഈ വഖഫ് ബിൽ ഇങ്ങനെ KCBC-യുടെ ഒരു നിലപാടും ഇത് ഒരു വലിയ ഇഷ്യൂ ആയി മാറുന്നു ഇതുവരെ മാധ്യമങ്ങളൊന്നും നമ്മൾ ചർച്ചയായിട്ട് കണ്ടില്ല. അവിടെ ഇപ്പോഴും എമ്പുരാനിൽ എത്ര കട്ട് നടക്കും എന്നുള്ളതിന്റെ ചർച്ചകളാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പോകുന്നത്. ഒരു സിനിമയുടെ പുറയിലാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. പക്ഷെ സിനിമയേക്കാൾ വലിയ പ്രാധാന്യം തന്നെയാണ് ഈ വഖഫ് ബില്ല് വരുമ്പോൾ കേരളത്തിലെ LDF-ഉം UDF-ഉം എടുക്കുന്ന നിലപാട്. അതിനെ ഇപ്പോൾ KCBC പരസ്യമായി തന്നെ ചോദിച്ചിരിക്കുന്നു, നിങ്ങളുടെ നിലപാട് എന്തേ എന്നുള്ളത്. ഇന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നു, ഞാനും അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട്, നിങ്ങൾ പ്ലീസ് ഞങ്ങളെ ഇത് ചെയ്യൂ, ഇതിനു വേണ്ടി നിലകൊള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു BJP-യുടെ ഒരു നല്ല മൂവായിട്ടാണ് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ കാണുന്നത്. കാരണം നല്ല സമയത്ത് തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ BJP-യുടെ സ്റ്റാൻഡ് ക്ലിയർ ആയിട്ട് ആ ഒരു സ്പേസിൽ പറഞ്ഞു. നമ്മൾ ഈ അങ്ങനെയാണല്ലോ, ഈ കൃത്യമായ സ്പേസിൽ ഗോൾ അടിക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ ലീഡർ എന്ന് പറയുന്നത്. അദ്ദേഹം ആ ഒരു സ്പേസ് നന്നായിട്ട് ഉപയോഗിച്ചു. കാരണം ഈ സ്റ്റേറ്റ്മെന്റ് വന്ന ഏതാണ്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും രാജീവ് ചന്ദ്രശേഖറിന്റെ സ്റ്റേറ്റ്മെന്റ് വരുന്നു. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്, നിങ്ങളും കൂടി പിന്തുണയ്ക്കുക. അദ്ദേഹം റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്, നിങ്ങളും കൂടെ പിന്തുണയ്ക്കും, നമുക്ക് ഒന്നിച്ചിത് പാസ്സാക്കാം എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഒരു സ്റ്റാൻഡ് ക്ലിയർ ആണ്. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി ഈ ഒരു ചർച്ച കത്താനുള്ള സാധ്യതയുണ്ട്. കാരണം എമ്പുരാനൊക്കെ ഇനി പതൊക്കെ നനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം മാപ്പ് പറയുന്നു,
കട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന് ആ ഒരു ഇത് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ കേസ് ഈ വഖഫ് ബില്ല് തന്നെയാണ് ഇനി വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. വഖഫ് ബില്ല് ഉടൻ തന്നെ പാർലമെന്റിലേക്ക് വരികയാണ്. അവിടെ ഈ നിലപാട് തുറന്നു കാണിക്കപ്പെടും. ഇപ്പോൾ ഈ മുനമ്പത്തൊക്കെ വന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരും എം പിമാരൊക്കെ അവിടെ ചെന്നിരുന്നു മുനമ്പത്ത്. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ആ കാപട്യം സഭയിൽ രാജ്യം മുഴുവൻ കാണുകയാണ്. കാരണം സഭാ ടി വി എന്നൊരു ടി വി ഉണ്ട്. നമ്മുടെ പ്രൈവറ്റ് ചാനലുകൾക്കൊന്നും അനുമതി ഇല്ലല്ലോ. സഭാ ടി വിയാണ്. ആ സഭാ ടി വി കൂടെ നമുക്ക് കാണാം ആരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ട്, ആരൊക്കെ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അത് മാത്രമല്ല അസംഖ്യം ഓൺലൈൻ ചാനലുകളും സോഷ്യൽ മീഡിയകളും ഉള്ളിടത്തോളം കാലം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ അവർക്കും കഴിയും. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ അറിയാൻ കഴിയും. ഏതായാലും ഒരു വലിയ നീക്കം, വലിയ മൂവ്മെന്റ് ആണ് KCBCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ അങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അവര് അതൊരു വലിയ ഉറച്ച നിലപാട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുനമ്പം വിഷയത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുന്ന ചില പുരോഹിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷനിലേക്ക് പോയില്ല. ഏതായാലും വളരെ വ്യക്തവും കൃത്യവുമായ ഒരു ഡിസിഷനിലേക്ക് KCBC പോയിരിക്കുന്നു. അവരത് ഉറച്ച നിലപാടെടുത്തിരിക്കുന്നു. അതൊരു വളരെ മികച്ച കാര്യം. കാരണം അവർക്ക് അവരുടെ കാര്യം പറയാനൊരു സ്പേസ് വേണ്ട. അവര് നട്ടൽ ഉയർത്തി അവരുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കാര്യം വേറെ ആരും പറയാനാണ്. നല്ലതായാലും ചീത്തയായാലും അവരുടെ കാര്യം പറയണം, അവർ ഉറച്ചു പറയണം. ഇനിയും ഈ കേരള രാഷ്ട്രീയത്തിൽ ഇവരെ വിശ്വസിച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇത് BJP എത്രത്തോളം ടേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ്. അതിനെ എങ്ങനെ BJP കാണും, അല്ലെങ്കിൽ എങ്ങനെയാണ് BJP ഈ ഒരു വിഷയത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ ഒരു വിഷയം മാത്രം എടുത്തുകൊണ്ട് BJPക്ക് ക്രിസ്ത്യൻ മനസ്സുകളിലേക്ക് കടന്നു കയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമല്ല. ഈ വിഷയവും അതിനോടനുബന്ധിച്ച് ഫോളോ അപ്പുകളും എങ്ങനെ പോകും എന്നതിനെ അനുസരിച്ചാണ്. അല്ലാതെ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ കുറെ BJP നേതാക്കൾ ആ മുനമ്പത്ത് ചെന്നിട്ട് സ്വീകരണം ഏറ്റുവാങ്ങുന്നതോ കൈയടി നേടുന്നതോ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്കി തുടർ പ്രവർത്തനങ്ങളും ഉണ്ടാകണം. ഫോളോ അപ്പോടെ ഉണ്ടായിക്കഴിഞ്ഞാൽ BJPക്ക് ഇതൊരു മേൽക്കൈ തന്നെയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ. കാരണം ക്രിസ്ത്യൻ വോട്ട് കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിൽ ഒരു നിർണായകമാണ്, തെക്കൻ തിരുവിതാംകൂറിൽ ഒരു നിർണായകമാണ്. അപ്പൊ അവിടങ്ങളിലൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് കൊള്ളാം. അതാണ് ഇതിനകത്ത് വരുന്നത്. എന്തായാലും വളരെ മികച്ച ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് KCBCയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ചൊരു ചർച്ച നടക്കട്ടെ. ആരാരുടെ ഒപ്പമാണ് എന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ. താങ്ക് യു ചേട്ടാ.